പ്രിയപ്പെട്ട കുട്ടികളെ, അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ പാർട്ടാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നിവിടെ പ്രധാനമായിട്ടും 2 ഫൈലങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന് ആഷൽമിന്തസ്, അതിനുശേഷം നമ്മൾ ഫൈലം അനിലിഡയെക്കുറിച്ചും പഠിക്കും. ആദ്യമായി ഫൈലം ആഷൽമിന്തസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫൈലം ആഷൽമിന്തസിൽ വരുന്ന ജീവികളെ പൊതുവെ റൗണ്ട് വേംസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴാദ്യമായി നമ്മൾ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കാൻ പോവുകയാണ്. അതിൽ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ സിസ്റ്റം ലെവലാണ്. അതുപോലെ ജേർമിനൽ ലെയേഴ്സ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. പ്രസൻസ് ഓഫ് 3 ജേർമിനൽ ലെയേഴ്സ്, അതായത് ഔട്ടർ എക്ടോഡോം, മിഡിൽ മീസോഡോം ആൻഡ് ഇന്നർ എൻഡോഡോം. ഇവരുടെ സിമെട്രി ബൈലാറ്ററൽ സിമെട്രിയാണ്. ഇപ്പോൾ ബൈലാറ്ററൽ സിമെട്രി നിങ്ങൾക്കറിയാം. ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഈ സ്ലൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. എന്തൊക്കെയാണ്? ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ സിസ്റ്റം ലെവലാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ, പിന്നീട് ബൈലാറ്ററൽ സിമെട്രിയുമാണ്. മറ്റൊരു ക്യാരക്ടർ സീലോമിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവർ സ്യൂഡോസിലോമേറ്റാണ്. സ്യൂഡോസിലോം എന്താണെന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ചതാണ്. ഫാൾസ് സീലോമാണ്. അടുത്തത് ഹാബിറ്റും ഹാബിറ്റാറ്റുമാണ്. ഇവർ അക്വാട്ടിക്കും ആയിട്ട് ജീവിക്കുന്ന ജീവികളുമുണ്ട്, ടെറസ്ട്രിയലായിട്ട് ഉള്ളവരുമുണ്ട്. ഇപ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന വിഭാഗത്തിലുള്ള ഓർഗാനിസംസ് ഈ ഫൈലത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീ ലിവിങ് ആണ് ഓർ പാരസൈറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അപ്പോൾ സ്വതന്ത്രമായി ജീവിക്കുന്നവരായിട്ടുള്ളവരുണ്ട് ഈ ഫൈലത്തിൽ. അതുപോലെ തന്നെ പാരസൈറ്റിക് ആണ്. പാരസൈറ്റാണെന്ന് വെച്ചാൽ മറ്റുള്ള ജീവികളുടെ ശരീരത്തിൽ വസിക്കുകയും അവരുടെ ആഹാരം സ്വീകരിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിലുള്ള ജീവികൾ. ഇപ്പോൾ റൗണ്ട് വേമും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഹുക്ക് വേം. അപ്പോൾ ഇവരൊക്കെ പാരസൈറ്റുകളാണ്. അപ്പോൾ അതിനുള്ള അഡാപ്റ്റേഷൻസ് ഈ പറയുന്ന ജീവികളിലുണ്ടായിരിക്കും. മറ്റൊരാളുടെ ശരീരത്തിനകത്ത് ജീവിക്കുന്നതിന് ഉള്ള അനുകൂലമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഈ പാരസൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസിനുണ്ടായിരിക്കും. അതായത് അനൈറോബിക് മെറ്റബോളിസം, പിന്നെ ഹുക്സ്, അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടേഴ്സ്, പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ്, മസ്കുലാർ സക്കിങ്, ഫാരിങ്സ്. അപ്പോൾ ഇതൊക്കെ അഡാപ്റ്റേഷൻസാണ്, സവിശേഷതകളാണ് ഈ പറയുന്ന ജീവികളുടെ, പാരസൈറ്റുകളുടെ. അപ്പോൾ അതുപോലെ തന്നെ പാരസൈറ്റിക് ഇൻ പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ അനിമൽസിലും പാരസൈറ്റായിട്ട് ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾ വരുന്നു എന്നാണ് ഇവിടെ പറയുന്നിരിക്കുന്നത്. അപ്പോൾ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയലാണ്. അതുപോലെ തന്നെ ഫ്രീ ലിവിങ് ആയിട്ടുള്ളവരുണ്ട്. പിന്നെ പാരസൈറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പിന്നെ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റവും ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റവും നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്, അപ്പോൾ അവർക്ക് എങ്ങനെയായിരുന്നു? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിരുന്നു. ഇഞ്ചക്ഷൻ ആൻഡ് ഇഞ്ചക്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദിസ് സെയിം ഓപ്പണിംഗ് ആയിരുന്നു, അതായത് മൗത്ത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ആഷൽമിന്തസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഇറ്റ് ഹാസ് ബോത്ത് മൗത്ത് ആൻഡ് ഏനസ്. മൗത്തും ഏനസും ഉണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ, ആഹാരം ഉള്ളിലേക്ക് എടുക്കുന്നതിന് മൗത്ത് ആണ്. അതുപോലെ തന്നെ ഇജക്ഷൻ, ഇപ്പോൾ എക്സ്ക്രീഷൻ, അതായത് അൺഡൈജസ്റ്റഡ് വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തേക്ക് പോകുന്നതിന് ഏനസ് എന്ന് പറയുന്ന ഓപ്പണിങ്ങും പ്രത്യേകം ഉള്ള ജീവികൾക്കാണ് നമ്മൾ ഈ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ട്യൂബുലാർ അലിമെൻ്ററി കനാൽ വിത്ത് വെൽ ഡെവലപ്ഡ് മസ്കുലാർ ഫാരിങ്സ്. അപ്പോൾ അലിമെൻ്ററി കനാൽ അവിടെ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് അലിമെൻ്ററി കനാൽ. അപ്പോൾ മസ്കുലാർ ഫാരിങ്സും ഒക്കെ ഉണ്ടായിരിക്കും. അത് വെൽ ഡെവലപ്ഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾക്ക് സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. അപ്പോൾ സീലോം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ പറയാൻ കഴിയും? സ്യൂഡോസിലോമേറ്റ് ആണ്. ഇപ്പോൾ സ്യൂഡോസിലോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾസ് ആയിട്ട് ഉള്ള സീലോമാണ്, ട്രൂ സീലോം അല്ല, ശരിയായ രീതിയിലുള്ള ഒരു സീലോം അല്ല
ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾക്കുള്ളത്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ സ്ലൈഡിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഫൈലത്തിൻ്റെ മറ്റു ചില പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. റീപ്രൊഡക്ഷൻ, അത് ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്കും സെക്സസ് സെപ്പറേറ്റ് ആണ്. സെക്സസ് ആർ സെപ്പറേറ്റ്. അപ്പോൾ മെയിലും ഫീമെയിലും വേറെ വേറെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡൈഷ്യസ് എന്നിവിടെ പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നിങ്ങളൊരു ടേം പഠിച്ചിട്ടുണ്ട്, ഹെർമാഫ്രോഡൈറ്റ്. ഇതായിരുന്നു മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരു ജീവിയിൽ തന്നെ കാണപ്പെടുകയാണ്. പക്ഷേ അങ്ങനെയല്ല ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾ. എങ്ങനെയാണ്? ഡൈഷ്യസ് ആണ്. സെക്സസ് എങ്ങനെയാണ്? സെപ്പറേറ്റ് ആണ്. മറ്റൊന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇപ്പോൾ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്ത് അടുത്ത തലമുറ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംവിധാനം. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. തന്നെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഇപ്പോൾ ഡയറക്റ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റും ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ മറ്റ് ഫൈലങ്ങളിൽ കണ്ടതുപോലെ ചില യുണീക്ക് ഫീച്ചേഴ്സും ഈ ഫൈലത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് ബോഡി സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് അവർ റൗണ്ട് വേംസ് എന്ന് നമ്മുടെ ഈ ഫൈലത്തിലുള്ള ജീവികളെ നമ്മൾ പറഞ്ഞായിരുന്നു. സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷനാണ്. ഇപ്പോൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ അതിന് മുമ്പ് പഠിച്ചത് നമ്മൾ ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് എങ്ങനെയായിരുന്നു? ഫ്ലാറ്റ് വേംസ് ആയിരുന്നു. അപ്പോൾ ഇവർ സർക്കുലാർ ആണ് ഇനി ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സിൻസീഷ്യലാണ്. മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ് എപ്പിഡെർമിസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണപ്പെടുന്നു. അപ്പോൾ അതാണ് നമ്മൾ സിൻസീഷ്യൽ എപ്പിഡെർമിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തിക്ക് ക്യൂട്ടിക്കിളുണ്ട്. അപ്പോൾ ബോഡിയെ കവർ ചെയ്ത് എന്തുകൊണ്ട് അതൊരു ക്യൂട്ടിക്കിൾ കാണും. അപ്പോൾ പാരസൈറ്റിൻ്റെ ഒരു അഡാപ്റ്റേഷൻ കൂടിയാണ് എന്താണ്? പ്രസൻസ് ഓഫ് തിക്ക് ക്യൂട്ടിക്കിൾ. മറ്റൊരു യുണീക്ക് ഫീച്ചറാണ് അൻ എക്സ്ക്രീറ്ററി ട്യൂബ് ടു റിമൂവ് ബോഡി വേസ്റ്റ് ത്രൂ എക്സ്ക്രീറ്ററി പോർ. അപ്പോൾ അവർക്ക് ഒരു എക്സ്ക്രീറ്ററി ട്യൂബ് ആണ് എന്തോ ചെയ്യുന്നത്? ബോഡി വേസ്റ്റ് എക്സ്ക്രീറ്ററി പോർ കൂടെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷനിൽ ഡൈഷ്യസ് ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. പിന്നെ യുണീക്ക് ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? ബോഡി സർക്കുലർ ആണ്, പിന്നെ സിൻസീഷ്യൽ എപ്പിഡെർമിസ് ആണ്, തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ട്, പിന്നെ എക്സ്ക്രീറ്ററി ട്യൂബ് ടു റിമൂവ് ബോഡി വേസ്റ്റ് ത്രൂ എക്സ്ക്രീറ്ററി പോർസ്. മറ്റൊരു യുണീക്ക് ഫീച്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. ഷോ സെക്ഷൽ ഡൈമോർഫിസം. അപ്പോൾ എന്താണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോർഫോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. മോർഫോളജി എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്റ്റേണൽ ഫോം ആണ്. നമ്മൾ പുറമേ നോക്കുമ്പോഴത്തേക്കും കാണപ്പെടുന്ന വ്യത്യാസങ്ങളാണ്. അപ്പോൾ എന്താണ്? മെയിലും ഫീമെയിലും തമ്മിൽ വ്യത്യാസങ്ങൾ കാണിക്കുകയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രാം കാണാൻ കഴിയും, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫീമെയിൽ വലിപ്പ കൂടുതലാണ് ആരേക്കാൾ? മെയിലിനേക്കാൾ. അപ്പോൾ ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, മെയിലും ഫീമെയിലും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിന്, ഫിനോമിനൻ, അതിന് നമ്മൾ കൊടുക്കുന്ന ടേമാണ് എന്താണ്? സെക്ഷൽ ഡൈമോർഫിസം. ഇറ്റ് ഈസ് ദ മോർഫോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. എക്സാമ്പിൾ ആരാണ്? റൗണ്ട് വോം. മെയിലും ഫീമെയിലും നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ കഴിയും. വേറെ എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ആൻസിലോസ്റ്റോമയാണ്. ഹുക്കുവം, കൊക്കപ്പുഴു എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ ഉള്ളത് ചെറിയ ആണ് ഫൈലേറിയൽ വം. അപ്പോൾ മന്ദരോഗം ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ്, ഒരു പാരസൈറ്റാണ് ഫൈലേറിയൽ വേം എന്ന് പറയുന്നത്. ഫൈലേറിയാസിസ് എന്നും പറയും, എലിഫൻറ്റിയാസിസ് എന്നും പറയും മന്ദരോഗം. അപ്പോൾ നമ്മുടെ ലിംബ് വെസൽസിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിംബിൻ്റെ ഫ്ലോക്കൊക്കെ തടസ്സം ഉണ്ടാക്കുകയും അങ്ങനെ അത് ഈ പറയുന്ന എലിഫൻറ്റിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമായി തീരുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എക്സാമ്പിൾ പേര് ആണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അസ്കാരിസ് റൗണ്ട് വോം. അത് അസ്കാരിയാസിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കും. അനീമിക്ക് ആകും, വളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പാരസൈറ്റാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വളരുകയും, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം, ഡൈജസ്റ്റ് ചെയ്ത ഫുഡാണ് അത് കഴിക്കുന്നത്. ഇതൊരു പാരസൈറ്റാണ് റൗണ്ട് വോം എന്ന് പറയുന്നത്, വിര.
മറ്റൊന്ന് ആൻസിലോസ്റ്റോമിയാണ്. ഹുക്കുവും പൊക്കപ്പുഴു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആൻസൈലോസ്റ്റോമിയാസിസ് എന്ന് പറയും ഇതുണ്ടാക്കുന്ന ഡിസീസിന്. അപ്പോൾ ബ്ലഡും ടിഷ്യൂസും ഒക്കെയാണ് ഇത് സക്ക് ചെയ്യുന്നത്. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈലേറിയൽ വേമാണ്. ഫൈലേറിയാസിസ് എന്ന് പറയുന്ന ഡിസീസിന് കാരണമായി തീരുന്നു. എലിഫൻറ്റിയാസിസ് മന്ദരോഗത്തിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ആഷൽമിന്തസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫൈലത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കുവാനുള്ളത്. നമ്മുടെ അടുത്ത ഫൈലം അനിലിഡയാണ്. ഇവർ റിങ്ഡ് ഓർ സെഗ്മെൻറ്റഡ് വേംസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ദർ ബോഡി സർഫസ് ഈസ് ഡിസ്റ്റിങ്ക്ലി മാർക്ക്ഡ് ഔട്ട് ഇൻ ടു സെഗ്മെൻറ്റ്സ് ഓർ മെറ്റാമിയേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് മെറ്റാമറിസം ഓർ സെഗ്മെൻറ്റേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ദിസ് ഫൈലത്തിൻ്റെ പേര് എന്താണ്? അനിലിഡ. അപ്പോൾ ലാറ്റിൻ അനുലസ് മീൻസ് ലിറ്റിൽ റിങ്. അപ്പോൾ റിങ് പോലെ ഉള്ള ശരീരമാണ്. നിങ്ങൾ എർത്ത് വേമിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോഡിയിൽ റിങ്സ് പോലെ സെഗ്മെൻറ്റ്സായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ഫൈലം ആഷൽമിന്തസ് ആണ്. അവരെങ്ങനെയായിരുന്നു? ദ ബോഡി ഓഫ് ദി ആഷൽമിന്തസ് ഈസ് സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ, ഹെൻസ് ദ നെയിം റൗണ്ട് വേംസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈലം ഏതാണ്? ഫൈലം അനിലിഡയാണ്. അപ്പോൾ അവർക്കെങ്ങനെയാണ്? ബോഡി ഡിസ്റ്റിങ്ക്ലി മാർക്ക്ഡ് ഔട്ട് ഇൻ ടു സെഗ്മെൻറ്റ്സ് ഓർ മെറ്റാമിയേഴ്സ്. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് സെഗ്മെൻറ്റ്സ് ഉണ്ട് ശരീരത്തിൽ. ബോഡിയിൽ സെഗ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് അവരെ എന്തോ പേരിൽ അറിയപ്പെടുന്നു? അനിലിഡ എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ ഫൈലത്തിൽ. ഫൈലം അനിലിഡയെക്കുറിച്ചാണ് അടുത്തതായി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈലം അനിലിഡയുടെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ പറയുകയാണ്. ഓർഗൻ സിസ്റ്റം ലെവലാണ് അവരുടെ. ഓർഗൻ സിസ്റ്റം ലെവലാണ് ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. സിമട്രി പറയുകയാണെങ്കിൽ ബൈലാട്രൽ സിമട്രിയാണ്. എന്താണ് ബൈലാട്രൽ സിമട്രി? ഇപ്പോൾ ജേം ലെയേഴ്സ് എങ്ങനെയാണ്? ട്രിപ്ലോബ്ലാസ്റ്റിക്കാണ്. ഔട്ടർ എക്ടോഡോം, മിഡിൽ മീസോഡോം ആൻഡ് ഇന്നർ എൻഡോഡോം. സീലോമേറ്റാണ്. സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ട്രൂ സീലോം ഉള്ളവരാണ്. ശരിയായ രീതിയിൽ സീലോം ഉള്ളവരെയാണ് നമ്മൾ സീലോമേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആഷൽമിന്തസിൽ എങ്ങനെയായിരുന്നു? സ്യൂഡോ സീലോമേറ്റ് ആയിരുന്നു, അതായത് ഫാൾസ് സീലോമായിരുന്നു. എങ്കിൽ ഇവിടെ അനിലിഡ്സ് എങ്ങനെയാണ്? സീലോമേറ്റാണ്. ഇനി അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് പറയുകയാണെങ്കിൽ ടെറസ്ട്രിയൽ ആയിട്ടുള്ളവരുണ്ട്, കരയിൽ ജീവിക്കുന്നവരുണ്ട്. ഫ്രഷ് വാട്ടർ ഓർ മറൈൻ, അപ്പോൾ സമുദ്രത്തിലുമുണ്ട്, ശുദ്ധ ജലത്തിലും വസിക്കുന്നവരുണ്ട്. പിന്നെ ഫ്രീ ലിവിങ് ആയിട്ടുള്ളവരുമുണ്ട്, പാരസൈറ്റിക് ആയിട്ടുള്ള ജീവികളും ഒക്കെ ഈ ഫൈലത്തിനകത്ത് വരുന്നുണ്ട്. അതാണ് ഹാബിറ്റാറ്റും. അപ്പോൾ എല്ലാ രീതിയിലും ആ സാഹചര്യത്തിലും ജീവിക്കുന്ന ജീവികൾ ഈ ഫൈലത്തിൽ വരുന്നുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റം ക്യൂട്ടേനിയസ് ആണ്. ക്യൂട്ടേനിയസ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? സ്കിന്നിൽ കൂടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ജീവികളും ഈ ഫൈലത്തിനകത്ത് വരുന്നുണ്ട്. പിന്നെ ബ്രാങ്കിയൽ റെസ്പിറേഷനുണ്ട്. ഗിൽസിൻ്റെ സഹായത്തോടുകൂടി ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്ന ജീവികളും ഈ ഫൈലത്തിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ടൈപ്പാണ്. ഇപ്പോൾ ക്ലോസ്ഡ് നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഈ അനിമൽ കിങ്ഡത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ബ്ലഡ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ എ സീരീസ് ഓഫ് വെസൽസ് ഓഫ് വേരിയിങ് ഡയമീറ്റേഴ്സ്. അല്ലേ? ബ്ലഡ് ഫ്ലോസ് ഓൺലി ത്രൂ വെസൽസിൽ കൂടെ മാത്രമേ രക്തം ഒഴുകുകയുള്ളൂ. ഏത് തരത്തിലുള്ള വെസൽസാണ്? ആർട്ടറീസ്, വെയിൻസ് ആൻഡ് ക്യാപ്പിലറീസ്. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളവരാണ്. അപ്പോൾ ആ ഫൈലം അനിലിഡ്സിൽ വരുന്ന ജീവികളും എങ്ങനെയുള്ളവരാണ്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളവരാണ്. അപ്പോഴെന്താണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം? ഇൻ വിച്ച് ബ്ലഡ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ എ സീരീസ് ഓഫ് വെസൽസ് ഓഫ് വേരിയിങ് ഡയമീറ്റേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം ഉള്ളവരാണ് ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് ജനറൽ ക്യാരക്ടേഴ്സ് ഈ സ്ലൈഡിൽ പറയുന്നത്. ഓർഗൻ സിസ്റ്റം ലെവലാണ്. സിമട്രി ബൈലാറ്ററലാണ്. ജേം ലെയേഴ്സ് എങ്ങനെയാണ്? ട്രിപ്ലോബ്ലാസ്റ്റിക്, അവർ സീലോമേറ്റ്സ് ആണ്.
ഹാബിറ്റാറ്റും പറയുകയാണെങ്കിൽ ടെറസ്ട്രിയലായിട്ടുള്ളവരുണ്ട്, ഫ്രഷ് വാട്ടർ ഓർ മറൈനായിട്ടുള്ളവരുണ്ട്, ഫ്രീ ലിവിങ് അതല്ലെങ്കിൽ പാരസൈറ്റിക് ആയിട്ടുള്ളവരും ഒക്കെ ഈ ഫൈലത്തിൽ വരുന്നുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റം ക്യൂട്ടേനിയസ് റെസ്പിറേഷനും ഉണ്ട്, ബ്രാങ്കിയൽ റെസ്പിറേഷനും വരുന്നുണ്ട്. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം എങ്ങനെയാണ്? ക്ലോസ്ഡ് ടൈപ്പ് ആണ്. ഇത്രയുമാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. അനിലിഡ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് നെഫ്രിഡിയ. നെഫ്രിഡിയയുടെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷനാണ്. അപ്പം മണ്ണിരയുടെയൊക്കെ വിസർജന അവയവമാണ് ഏത്? നെഫ്രിഡിയ എന്ന് പറയുന്നത്. അത് പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് ഓർമ്മയിരിക്കണം. നെഫ്രിഡിയയുടെ ഫങ്ഷൻ എന്താണ്? എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. അപ്പം ബോഡിയിലെ ഫ്ലൂയിഡിൻ്റെ ബാലൻസും ഒക്കെ ക്രമീകരിക്കുന്നതിനും എക്സ്ക്രീഷൻ, ഇപ്പോൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുമൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ് നെഫ്രിഡിയ എന്ന് പറയുന്നത്. അനിലിഡ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് നെഫ്രിഡിയ. നെഫ്രിഡിയയുടെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷനാണ്. അപ്പം മണ്ണിരയുടെയൊക്കെ വിസർജന അവയവമാണ് ഏത്? നെഫ്രിഡിയ എന്ന് പറയുന്നത്. അത് പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് ഓർമ്മയിരിക്കണം. നെഫ്രിഡിയയുടെ ഫങ്ഷൻ എന്താണ്? എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. അപ്പം ബോഡിയിലെ ഫ്ലൂയിഡിൻ്റെ ബാലൻസും ഒക്കെ ക്രമീകരിക്കുന്നതിനും എക്സ്ക്രീഷൻ, ഇപ്പോൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുമൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ് നെഫ്രിഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്യാരക്ടറിലേക്ക് നമ്മൾ പോവുകയാണ്. റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഈ ഫൈലത്തിലെ ജീവികൾ കാണിക്കുന്നത്. അപ്പോൾ എർത്ത് വേംസ് ആൻഡ് ലീച്ചസ് ആർ മൊണീഷ്യസ്. മൊണീഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? സെക്സ് ഓർഗൻസ് ഒരേ ഓർഗാനിസത്തിൽ, മെയിലും ഫീമെയിൽ സെക്സ് ഓർഗൻസ് അതാത് ഒരേ ജീവിയിൽ തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മളെന്തോ പറയുന്നത്? മൊണീഷ്യസ് എന്ന് ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ ഈ ഫൈലത്തിൽ വരുന്ന മറ്റൊരു എക്സാമ്പിളാണ് നീറിസ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. എന്താണ്? സെക്സസ് ആർ സെപ്പറേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ മൊണീഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്ക് സെക്സസ് എങ്ങനെയാണ്? സെക്സസ് സെപ്പറേറ്റ് അല്ലാത്തവരെയാണ്. ഇപ്പോൾ ഇവിടെ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റാണ് ഉള്ളത്. ഇനി നമ്മൾ യുണീക്ക് ഫീച്ചേഴ്സിലേക്ക് പോവുകയാണ്. ഈ ഫൈലത്തിൻ്റെ ട്രൂ സെഗ്മെൻറ്റേഷനാണ്. അപ്പോൾ ഈ ഫൈലം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ്. എർത്ത് വേമിനെ പോലെയുള്ളതും ഒക്കെയുള്ള ജീവികൾക്ക് എങ്ങനെയാണ് ശരീരം? സെഗ്മെൻറ്റ്സ് ഉണ്ട്, മെറ്റാമിയർ ഉണ്ട്. അപ്പോൾ അതാണ് ട്രൂ സെഗ്മെൻറ്റേഷനാണ്. പിന്നെ അവർക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലാർ മസിൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോൺട്രാക്ഷൻ, സങ്കോചത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ലോക്കോമോഷൻ. അപ്പോൾ ബോഡി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുക, മാറ്റപ്പെടുന്നതിന് ആണ് നമ്മൾ ലോക്കോമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സഹായിക്കുന്നത് ആരാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലാർ മസിൽസ് അതിന് ലോക്കോമോഷന് സഹായിക്കും. അതിൻ്റെ കോൺട്രാക്ഷൻ, റിലാക്സേഷൻ ഒക്കെ സഹായിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ലോക്കോമോട്ടറി ഓർഗൻസ് ആർ സീറ്റ് ഓർ പാരപ്പോഡിയ. അപ്പോൾ എർത്ത് വേമിൻ്റെ ലോക്കോമോഷന് സഹായിക്കുന്നതാണ് സീറ്റ് എന്ന് പറയുന്നത്. നീറിസിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻസാണ് പാരപ്പോഡിയ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, പാരാപ്പോഡിയ ആരുടേതാണ്? നീറിസ് എന്ന് പറയുന്ന ജീവിയുടെ ലാറ്ററൽ അപ്പൻഡേജസ് ആണ്. അപ്പോഴതിൻ്റെ മൂവ്മെൻറ്റിനും ഒക്കെ സഹായകമായിട്ടുള്ള ഒരു ഓർഗനാണ് പാരാപ്പോഡിയ എന്ന് പറയുന്നത്. പൊസസ് ലാറ്ററൽ അപ്പൻഡേജസ് വിച്ച് ഹെൽപ്സ് ഇൻ സ്വിമ്മിങ്. അപ്പോൾ നീറിസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിന് സ്വിമ്മിങ്ങിന് സഹായകരമായിട്ടുള്ള ഒരു ഓർഗൻ കൂടിയാണ് ഏതാ? പാരാപ്പോഡിയ എന്ന് പറയുന്നത്. മറ്റൊരു നെർവസ് സിസ്റ്റത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെയർഡ് ഗാംഗ്ലിയ ഉണ്ട്. നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഗാംഗ്ലിയ എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിനോട് ചേർന്ന് നെർവ്സ് ഉണ്ട്, ലാറ്ററൽ നെർവ്സ്. പിന്നെ ഡബിൾ വെൻട്രൽ നെർവ് കോഡ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും. അതാണ് നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളാണ് ഇവയൊക്കെ. അടുത്തത് ഈ ഫൈലത്തിൽ വരുന്ന എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്.
ഇപ്പോൾ എക്സാമ്പിൾ ഒന്ന് നീറിസാണ്. അതിനാണ് നമ്മൾ ലാറ്ററൽ അപ്പൻഡേജസ്, സ്വിമ്മിങ് ഓർഗൻ, പാരപ്പോഡിയ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. മറ്റൊരു എക്സാമ്പിൾ ലീച്ചാണ്, കുളയട്ട എന്നൊക്കെ നമ്മൾ പറയും, ഹെറുഡിനേറിയ. അപ്പോൾ ബ്ലഡ് സക്കിങ് ലീച്ച് ആണ്. അപ്പോൾ അതിന് ആൻറ്റീരിയർ പോസ്റ്റീരിയർ സക്കറൊക്കെ ഉണ്ട്, ബ്ലഡ് സക്ക് ചെയ്യാനുള്ള. അപ്പോൾ അങ്ങനെ ഒരു ഓർഗാനിസമാണ് ഈ പറയുന്ന ലീച്ച് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിളാണ് എർത്തുവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഈ ഫൈലത്തിൽ പ്രധാനമായും പഠിക്കുവാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം ഫൈലം അനിലിഡയുടെ പ്രത്യേകത എന്തൊക്കെയാണ്. അവർ സെഗ്മെൻറ്റഡ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ മെറ്റാമിയേഴ്സ് ഉള്ളവരാണ്. അപ്പോൾ അനുലസ് റിംഗ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഈ ഫൈലം അനിലിഡ എന്ന പേര് വരാൻ കാരണം. അക്വാട്ടിക് ഓർഗാനിസംസ് ആണ് അവർ. ചിലർ പാരസൈറ്റിക്കും ആണെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഓർഗൻ സിസ്റ്റം ലെവലാണ്, ബൈലാറ്ററൽ സിമെട്രിയാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ്, മെറ്റാമറിക്കലി സെഗ്മെൻറ്റഡ് ആണ്, സീലോമേറ്റ് അനിമൽസ് ആണ്. പിന്നീട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞത്? ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ മസിലാണ് ആ എർത്തുവും മണ്ണിരയുടെയൊക്കെ ആ മൂവ്മെൻറ്റ് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയാം. ചുരുങ്ങി ഇങ്ങനെ മുമ്പോട്ട് തള്ളി നീങ്ങുന്നത്. അപ്പോൾ ആ മസിൽസിൻ്റെ ആ ഒരു പ്രത്യേക തരത്തിലുള്ള കോൺട്രാക്ഷനാണ് ആ രീതിയിൽ അതിനെ മുമ്പോട്ട് നീങ്ങാൻ സഹായിക്കുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ് വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. പിന്നെ അക്വാട്ടിക്കായിട്ട് വരുന്ന വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു അനിലിഡയാണ്. ഏതാണ് എക്സാമ്പിൾ? നീറിസ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ പാരപ്പോഡിയ ഉണ്ടെന്ന് പറയുന്നത്. ലാറ്ററൽ അപ്പൻഡേജസ് ഇതിനു വേണ്ടിയുള്ളതാണ്, സ്വിമ്മിങ് ഓർഗനാണത്. പിന്നെ അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതെ, സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് അവരുടെ നെഫ്രിഡിയ. അപ്പോൾ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ്റെ പേരാണ് എന്തോന്നു, നെഫ്രിഡിയ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർമ്മയിരിക്കണം. അപ്പോൾ നെഫ്രിഡിയുടെ ഫങ്ഷൻ എന്താണ്? ഹെൽപ്സ് ഇൻ ഓസ്മോ റെഗുലേഷനാണ്. ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ അതിന് സഹായിക്കുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ് ഏത്, നെഫ്രിഡിയ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗുലർ നെഫ്രിഡിയ ഏത് പേരിൽ അറിയാം? നെഫ്രിഡിയം എന്ന പേരിൽ അറിയപ്പെടും. ഓർമ്മയിരിക്കണം, അനിലിഡ്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ്റെ പേരെന്താണ്? നെഫ്രിഡിയ എന്നാണ്. പിന്നെ ന്യൂറൽ സിസ്റ്റം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നെർവസ് സിസ്റ്റം. അതിനകത്താണ് പെയർഡ് ഗാംഗ്ലിയ. അപ്പോൾ ജോഡിയാണ് ഗാംഗ്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റഡ് ബൈ ലാറ്ററൽ നെർവ്സ് ടു ഡബിൾ വെൻട്രൽ നെർവ് കോഡുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നീറിസ് അക്വാട്ടിക് ഫോമാണ്, ഡയീഷ്യസ് ആണ്. പിന്നെ എർത്തുവും ലീച്ചും എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത്, മൊണീഷ്യസ് ആണ്. റീപ്രൊഡക്ഷനോ സെക്ഷൽ ടൈപ്പ് റീപ്രൊഡക്ഷനുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് 2 ഫൈലങ്ങളാണ് ഇവിടെ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെ ഫൈലങ്ങളായിരുന്നു? ആഷൽ മിന്തസിനെ കുറിച്ചും ഫൈലം അനിലിഡയെ കുറിച്ചുമാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്.